ഹായ്, ജേഴ്സിയായിട്ടുള്ള മാച്ച് നമ്മൾ ജയിക്കേണ്ട ഒരു മാച്ചായിരുന്നു. പക്ഷേ നമുക്ക് 3 പോയിന്റ് അതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നു. നമ്മുടെ മോശം ഗെയിം പ്ലേ കൊണ്ട് ജേഴ്സിയുടെ ആയിട്ടുള്ള ലാസ്റ്റ് മാച്ച് നമ്മൾ സൂപ്പർ കപ്പിലായിരുന്നു. ആ മാച്ച് നമ്മൾ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ നോക്കൗട്ട് ചെയ്ത് കളയുന്നൊരു മാച്ചായിരുന്നു. വളരെ ഇൻറ്റൻസീവായിട്ടാണ് അവർ ആ ഗെയിം കളിച്ചത്. പക്ഷേ ആ രീതിയിലുള്ളൊരു അപ്രോച്ച് ജേഴ്സിയുടെ സൈഡിൽ നിന്ന് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ ഒരു ഇൻറ്റൻസീവായിട്ടുള്ളൊരു മാച്ചിന് പ്രതീക്ഷിച്ചു. പക്ഷേ അത് ഉണ്ടായിരുന്നില്ല ഈ മാച്ചിൽ. പക്ഷേ നമ്മുടെ സൈഡിൽ നിന്ന് ഭയങ്കര മോശം ഗെയിം പ്ലേ ആയിരുന്നു. സിമ്പിൾ മിസ്റ്റേക്സുകൾ വരുത്തായിരുന്നു. ഒരു എന്തിനോ വേണ്ടി കളിക്കുന്ന പോലെയാണ് നമ്മൾ കളിച്ചത്. ഒരു പ്ലേ ഓഫ് സ്പോട്ട് ഉറപ്പിക്കണം എന്നുള്ളൊരു വാശി നമ്മുടെ സൈഡിൽ നിന്ന് ഇല്ലാത്ത പോലെ, ഒരു ഫോക്കസ് ഇല്ലാത്ത പോലെയാണ് നമ്മൾ കളിച്ചത്. പ്ലേയേഴ്സിൻ്റെ പ്രശ്നമാണോ കോച്ചിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. വളരെ മോശം കളിയാണ് നമ്മുടെ സൈഡിൽ നിന്ന് വന്നത്. ജയസുര നമ്മൾ ഗെയിം പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രധാനമായിട്ട് ലെഫ്റ്റ് വിങ്ങിൽ ഒരു ലോങ് ബോൾ കൊടുത്തിട്ട്, ഒരു ഡയഗണൽ ബോൾ കൊടുത്തിട്ട് ലെഫ്റ്റ് വിങ് കൂടെ കയറാം, സാധനം യൂസ് ചെയ്ത് കയറാം എന്നുള്ള രീതിയിലാണ് അവർ ഒരു ഗെയിം പ്ലേ മെയിനായിട്ടുണ്ടായിരുന്നത്. അതിലവർ ഒരുവിധം സക്സസ്ഫുൾ ആയി. പക്ഷേ അത്ര നല്ല ചാൻസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പ്രധാനമായിട്ടും മൻസൂറാണ് അങ്ങനെ ലോങ് ബോൾ കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ കോമ്പാക്റ്റ് ആയിട്ട് ഹൈലൈൻ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ സനാൻ നിൽക്കും, അതുകൊണ്ട് നമ്മുടെ ഡിഫൻഡേഴ്സിൻ്റെ പിറകിലേക്ക് ഓടിക്കയറും. മൻസൂറോ അതേപോലെ തന്നെ അവരെ എൽസിനോ ഡിഫൻസീവ് മിഡ്ഫീൽഡായിട്ട് കളിച്ച പ്ലെയർ, അവരെ സെൻറ്റർ ബാക്സൊക്കെ ഇങ്ങനെ ലോങ് ബോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടംപോലെ തവണ നമ്മുടെ ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള ലോങ് ബോൾ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സ് അവർക്കുണ്ട്. നമുക്കില്ലാത്തൊരു പരിപാടിയാണ്. പക്ഷേ അവരിങ്ങനെ തുടരെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തെങ്കിലും പക്ഷേ അവിടെ നിന്ന് കളി പ്രോഗ്രസ് ചെയ്യുന്നതിന് പലപ്പോഴും അവർ പരാജയപ്പെടുന്നുണ്ടായത്. സെക്കൻഡ് ഹാഫിലും അവരത് കണ്ടിന്യൂ ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ ഓഫ് സൈഡ് ഇട്ട് പിടിച്ച് സനൻ്റെ ഒരു സ്പേസും എജിലിറ്റിയൊക്കെ നല്ല രീതിയിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈവൻ സന പോയി കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ള കോമൽ തട്ടലാണെങ്കിലും സെയിം സ്ട്രാറ്റജി അവർ തുടർന്നു. പക്ഷേ നല്ല ക്ലിയർ കട്ട് ചാൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. അവർ ഗോളും പക്ഷേ അവസാനം അതേപോലെ ഒരു ലോങ് ബോൾ കൂടെ വന്നത് ഭയങ്കര ചീപ്പായിട്ട് കൺസിഡർ ചെയ്തൊരു ഗോളായി പോയി. പക്ഷേ എന്താ പറയുക, നമ്മൾ ഹൈലൈൻ ഡിഫൻസ് ഒക്കെ കളിക്കുമ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് പക്ഷേ അതവർ കൺസിഡർ ചെയ്തു. അതല്ലാതെ ജേഴ്സിക്ക് വലിയ കാര്യമായിട്ട് ഒരു മാച്ചിൽ ഒരു ഹോൾഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. ശരിക്കും നമ്മൾ ജയിക്കേണ്ട ഒരു മാച്ച് തന്നെയായിരുന്നു നമ്മൾ കളിക്കായിരുന്നെങ്കിൽ. പിന്നെ സെക്കൻഡ് ഹാഫിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ജേഴ്സിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് വേണം. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു പോയിന്റ് മാച്ച് മതി എന്നുള്ള രീതിയിലാണ് അവർ കളിച്ചത്. അവർ സന്നനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സൈഡിൽ സന്ന ആദ്യം അടുത്തുള്ള വഴി കൂടെ പോകാൻ നോക്കി. പിന്നെ എങ്ങനെയെങ്കിലും ടൈം വേസ്റ്റ് ചെയ്യാന്നിട്ടുള്ള ലോങ്ങർ പാത്ത് അപ്രോച്ച് ചെയ്ത് പിന്നെ റഫറി കണ്ടം വഴി അവിടെ കൂടെ തന്നെ പോകാൻ പറഞ്ഞു. അവർക്ക് എങ്ങനെയെങ്കിലും ടൈം വേസ്റ്റ് ചെയ്തിട്ട് ഒരു പോയിന്റ് കിട്ടാന്നുള്ളൊരു അപ്രോച്ചായിരുന്നു അവരുടെ സൈഡിൽ നിന്ന്. അവരെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നില്ല മര്യാദയ്ക്ക് ഒരു കളിക്കാനായിട്ട്. പക്ഷെ നമുക്ക് ബോളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ബോൾ കാലിൽ കിട്ടുമ്പോൾ പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് പാസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യം. ഒന്ന്, വിഷൻ ഇല്ല, എവിടെയാണ് പ്ലെയർ ഉള്ളത് എന്നുള്ള രീതിയിലുള്ള വിഷൻ ഇല്ലാത്ത രീതിയിലുള്ള കളി. പിന്നെ ആളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാലും നമ്മളെ പാസിങ്ങൊക്കെ ഭയങ്കര ദുരന്തം പാസിംഗ് ആയിരുന്നു. നമ്മൾ മിഡിൽ ബോളും ചെയ്യുന്നു, ഡാനിഷ് ബോൾ കയറി ചെയ്യുന്നു, ഒരു ത്രൂ ബോൾ എടുക്കാൻ കറക്റ്റ് ഭാഗത്തിന് ഡിമിയുടെ റൺ മേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ഓപ്ഷൻ പുള്ളി പിക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ രാഹുലിൻ്റെ ഊഴം. രാഹുലിന് ഐമൻ്റെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. പക്ഷെ എന്നാലും ആ പാസ് പോണ് പിറകോട്ടാണ്. അപ്പോൾ അവിടെ അറ്റാക്കിംഗ് മോൻ്റെ അവിടെ നിന്ന് എമ്മിന് ബോൾ ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല. തിരിച്ച് ഡാനിഷിന് കൊടുക്കുന്നു. ഡാനിഷിനൊന്ന് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫോർവേഡ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ആ വിഷനില്ല. പുള്ളി നേരെ തിരിച്ച് മൈനസ് പാസ് കൊടുക്കുന്നു. അടുത്ത വിപിൻ്റെ ഊഴം. വിപിനും നമ്മൾ പാസ് കൊടുക്കുമ്പോൾ പിറകോട്ടാണ് ആ പാസ് കൊടുക്കുന്നത്. ആ പാസ് ഫ്രണ്ടിലേക്ക് പോകുന്നതിന് പിന്നെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും. അടുത്തത് രാഹുലിൻ്റെ ഊഴാണ്. രാഹുലിൻ്റെ മേത്ത് യാതൊരു പ്രഷറും ഇല്ല. പക്ഷേ ഭയങ്കര കാഷ്വലായിട്ട് ബോൾ വിപിന് കൊടുക്കണം. അതുകൊണ്ട് തന്നെ വിപിന് ആ ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ബോൾ വീണ്ടും പോയി. വീണ്ടും രാഹുലിൻ്റെ ഊഴം. രാഹുലിന് ഒരു ഫോർവേഡ് പാസ് വേണമെങ്കിൽ ഇവിടെ വെച്ച് കൊടുക്കായിരുന്നു. ഷൂട്ട് ചെയ്യണതിൽ തെറ്റൊന്നുമില്ല. പുള്ളി നല്ലൊരു ഷൂട്ടറാണ്. പക്ഷേ ഡിമിനെ പോലെ സ്ട്രൈക്കർ അവിടെ നിൽക്കുമ്പോൾ പാസ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു. വീണ്ടും ഡാനിഷിൻ്റെ കേസാണ്. ഡിമി കറക്റ്റ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്, ഡിമിയുടെ ഫേവററ്റ് പ്ലേസിൽ. പക്ഷേ ഡിഫിക്കൽട്ട് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു, ബോൾ റീച്ച് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കുറച്ച് പ്രകടനങ്ങളുണ്ട്. ഫസ്റ്റ് എടുത്തു പറയേണ്ട രാഹുലിൻ്റെ കേസാണ്. രാഹുൽ ഭയങ്കര ഓഫായിട്ടുണ്ട് കളിച്ചത്. നമ്മുടെ നാഷണൽ ടീം പ്ലെയറാണ്. JFC സന്നെ വെച്ചിട്ടാണ് അവർ വിങ്ങിലൂടെ അറ്റാക്ക് വരുത്തുന്നു പറഞ്ഞു. പക്ഷേ നമ്മുടെ വിങ് ഭയങ്കര മോശമായിരുന്നു. രാഹുലൊക്കെ ഭയങ്കര എന്താ പറയുക, വിങ്ങിൽ നിന്നൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു ഒന്നും പുള്ളിയുടെ സൈഡിൽ നിന്ന് നടക്കുന്നുണ്ടായിരുന്നില്ല. പാസ്സൊക്കെ ഭയങ്കര മോശം, ആർക്കും വേണ്ടി കൊടുക്കുന്ന പോലത്തുള്ള പാസ്സുകളായിരുന്നു. ഭയങ്കര ഓഫ്റ്റായിരുന്നു ഓൾ ടുഗദർ രാഹുലിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. JFC ബോൾ കീപ്പ് ചെയ്യായിരുന്നു. JFCയിൽ നിന്ന് ബോൾ പോയി, രാഹുലിലേക്ക് ബോൾ വരുന്നു. യാതൊരു പ്രഷറില്ല. കൊടുക്കുന്ന ബോളിൻ്റെ ഒരു വെയിറ്റ് നോക്കിയേ, ഡിമിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മറ്റൊരു കേസ് വിപിൻ ടു രാഹുൽ തിരിച്ച് വിപിന് കൊടുക്കണം. വല്ലോടത്തേക്കാണ് കൊടുക്കുന്നത്, ഭയങ്കര കാഷ്വലായിട്ട്. പിന്നെ അടുത്തൊരു പാസ്സാണ്. ഇതാണ് എപ്പിക് പാസ്. രാഹുലിലേക്ക് വരുന്നു, ഒരു പ്രഷറും ഇല്ല. വിപിനുണ്ട് സ്ട്രെയിറ്റ്, വിപിനും പ്രഷറില്ല. വിപിന് കൊടുക്കുന്ന ബോൾ വയ്ക്കുകയും തലമണ്ടയ്ക്ക് കൊടുക്കുന്നത്. എങ്ങനെ കൺട്രോൾ ചെയ്യാനാ ചക്കൻ? കണ്ടു നിന്നിട്ട് ഡാനിഷിൻ്റെ കണ്ണുകളിൽ പോയി. അമ്മാതിരി പാസ്സാണ് കൊടുക്കുന്നത്. ഭയങ്കര കാഷ്വലായിട്ട് കൊടുക്കുന്നത് പലപ്പോഴും. ഇങ്ങനെ ഇഷ്ടം പോലെ ഒക്കറൻസ് ഇന്നലത്തെ മാച്ചിലുണ്ട്. ഒരു മൊമെൻറ്റിൽ പുള്ളി ഇങ്ങനെ ഫൗൾ ചെയ്തതിന് ഫ്രസ്ട്രേറ്റായിട്ട് നിലത്ത് കിടക്കുന്ന ബോളിനെ കൈ കൊണ്ടടിക്കുന്നുണ്ട്. ആ കൈ കൊണ്ടടിക്കുന്നവരെ പുള്ളി മിസ്സായി. അത്രയും ഓഫായിരുന്നു പുള്ളിയുടെ ഒരു ഗെയിം ഇന്നലെ.
പക്ഷേ റെഫറിക്ക് മിസ്സായില്ല, റെഫറി യെല്ലോ കാർഡ് കൊടുത്തു. പക്ഷേ നമ്മളപ്പം തന്നെ വേണമെങ്കിൽ സബ് ചെയ്തിട്ട് വേറെ പ്ലെയർ ഇറക്കണമായിരുന്നു. പക്ഷേ നമ്മൾ കീപ്പ് ഓൺ ചാൻസ് കൊടുത്തുകൊണ്ടിരിക്കും രാഹുൽ. പക്ഷേ ആ രീതിയിലുള്ളൊരു സ്റ്റെപ്പ് അപ്പ് പുള്ളിയുടെ സൈഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. പിന്നെ പറഞ്ഞ ഡാനിഷിൻ്റെ കേസ് പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഡാനിഷിനെ പോലെ റീപ്ലേസ് ചെയ്യാൻ ഒരു പ്ലെയർ നമുക്കില്ല. അത്രയും വർക്ക് റേറ്റ് പുള്ളി ഫീൽഡിൽ തരുന്നുണ്ട് നമുക്ക്. പല കേസിലും ട്രാക്ക് ബാക്ക് ചെയ്യുന്ന കേസായാലും പുള്ളിയാണ് ഒരു സ്പേസ് കണ്ടെത്തി എം ടി സ്പേസിലേക്ക് വന്ന് ആ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നത്. പിന്നെ ഒരു ഫിസിക്കൽ ബാറ്റിൽ വേണ്ട സമയത്തൊക്കെ ഡാനിഷ് തന്നെ നമുക്ക് വേണം. പക്ഷേ ബോൾ കാലി കിട്ടുമ്പോൾ പുള്ളിയുടെ സൈഡിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ അങ്ങനെ വരുന്നില്ല. അതിപ്പോൾ എന്താണെന്നറിയില്ല. പ്രത്യേകിച്ചും നമ്മളെ ഫൈനൽ തേർഡിൽ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല പെർഫോമൻസ് ഡാനിഷ് അല്ലെങ്കിൽ അവിടെ വരുന്ന പ്ലെയർ ബോക്സ് ടു ബോക്സ് കളിക്കുന്ന പ്ലെയറുടെ സൈഡിൽ നിന്ന് വരണം. നമ്മൾ ഇങ്ങനെ ബോക്സ് ടു ബോക്സ് കളിക്കാൻ ഒരു മിഡ്ഫീൽഡറെ വെക്കുന്നുണ്ടെങ്കിൽ ബിബിൻ കുറച്ച് ഡീപ്പായിട്ടാണ് വരുന്നത്. പിന്നെ ബിബിൻ്റെ പെർഫോമൻസും പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ബിബിൻ്റെ സൈഡിൽ നിന്ന് നല്ലോണം ചാൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ജയഫിയുടെ സൈഡിൽ എൽസിനോ അല്ലെങ്കിൽ മൻസോറൊക്കെ ക്രിയേറ്റ് ചെയ്ത പോലെ ഒരാൾ ഡീപ്പിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബിബിൻ ഷുഡ് സ്റ്റെപ്പ് അപ്പ് എന്ന് തന്നെ പറയണം. പിന്നെ ഡാനിഷിൻ്റെ കേസ്, ഡാനിഷും പിന്നെ നമ്മുടെ ഫ്രണ്ട് ഫോർ ആണ് ഒരു ഫൈനൽ തേർഡ് ബ്രേക്ക് ചെയ്യുന്ന കളിയിൽ വരുന്നത്. ഫെഡോറും ഡിമി നമുക്ക് പിന്നെ മാറ്റി വയ്ക്കാമെന്ന് വയ്ക്കാം. അവരുടെ കോമ്പിനേഷൻ പ്ലേ ഇന്നലെ വർക്കൗട്ടായില്ല. ഡിമി പിറകിലോട്ട് ബോൾ എടുത്ത് ഫെഡോർ ഓൾറെഡി റണ്ണ് മേക്ക് ചെയ്യായിരുന്നു. ഡിഫൻഡർ ഇൻ്റർസെപ്റ്റ് ചെയ്തു. 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഡിമിക്ക് തെറ്റി തിരുത്താൻ ചാൻസ് കിട്ടി. അപ്പോഴും പക്ഷേ ഫെഡറിനെ കണക്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല. ഡിഫൻഡർ വീണ്ടും ഇൻ്റർസെപ്റ്റ് ചെയ്തു. പിന്നെ വരുന്നത് ഈ രാഹുലും ഡാനിഷാണ്. ബോൾ പ്ലേയിങ് ഭയങ്കര മോശമാണ്. ജസ്റ്റിൻ ഫസ്റ്റ് കുറച്ച് നേരം കളിച്ചായിരുന്നു. ജസ്റ്റിനാണ് ആ ഗോൾ വന്നത്. എങ്ങനെയോ ബോൾ ഡിമിലേക്ക് എത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ നല്ല രീതിയിലൊരു കോമ്പിനേഷൻ പ്ലേ അവിടെ വർക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കളിക്കുന്ന കോമ്പിനേഷൻ ഒന്നും വർക്ക് ചെയ്യാത്ത പോലെയാണ് കാണുന്നത്. ഫൈനൽ തേർഡിൽ നമ്മൾ കോമ്പിനേഷൻ കളിക്കാൻ ശ്രമിച്ചാൽ കളിച്ച് ഫെയിലായ കുറച്ച് എക്സാമ്പിൾ കാണാം. ഡിമി നൈസായിട്ടൊരു 1-2 ഷമ്മൻ്റെ ആയിട്ട് കളിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പണ്ടിക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റുന്നില്ല. ഡ്രിഞ്ചിച്ച് ബോളായിട്ട് കയറി വരുന്നു. ഫെഡോറിന് ഒരു ബോൾ കൊടുക്കുന്നു. ഫെഡോറിന് വേണമെങ്കിൽ വിബിന് കൊടുത്തിട്ട് വിബിന് ഓപ്ഷൻസ് പിക്ക് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഫെഡോർ എങ്ങോട്ടോ ബോൾ കൊടുക്കുന്നു. അതങ്ങനെ പോയി. വീണ്ടും വിങ്ങിലൂടെ വേണമെങ്കിൽ ഒരു കോമ്പിനേഷൻ കളിച്ച് മുന്നേറുള്ള ചാൻസ് രാഹുലിൻ്റെ കാലിൽ നിന്ന് വിബിന് കൊടുക്കുന്നു. വിബിൻ വേണമെങ്കിൽ ഒരു റിട്ടേൺ പാസ് എടുത്ത് രാഹുലിന് റണ്ണ് മേക്കായിരുന്നു. പക്ഷേ രാഹുൽ റണ്ണ് മേക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഫൈനൽ തേർഡ് വരെ വന്നിട്ട് നമ്മളവിടെ നിന്ന് തിരിച്ചു പോകുന്നൊരു അവസ്ഥയാണ്, ഒരു കൺഫ്യൂഷൻ കാരണം. പ്രാവശ്യം ഷെയ്മൻ കറക്റ്റായിട്ട് സ്പേസുള്ള ഭാഗത്തേക്ക് ബോൾ കൊണ്ടുവന്ന് ജസ്റ്റിന് ബോൾ കൊടുക്കും. ജസ്റ്റിന് രാഹുലായിട്ടൊരു 1-2 കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. തിരിച്ചു കൊടുത്തിട്ട് ജസ്റ്റിൻ ബോക്സിൻ്റെ ഉള്ളിലേക്ക് റണ്ണ് വയ്ക്കുകയാണ്. പക്ഷേ രാഹുൽ ബാക്കിൽ വെച്ചിട്ട് പിറകോട്ടാണ് പാസ് കൊടുക്കുന്നു. ജസ്റ്റിൻ ഷോട്ട് ചെയ്യാമെന്ന് ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് അടിക്കുന്നു. ബെറ്റർ പ്ലേ നമ്മളവിടെ സൈഡിൽ നിന്ന് വരണം. പിന്നെ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ക്രോസ് നവോചര സൈഡിൽ നിന്നൊക്കെ നല്ല ക്രോസിൽ വന്നു. പക്ഷേ നമ്മളെപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു പോലെയാണ്. ബോൾ വരുമ്പോഴാണ് നമ്മൾ ബോൾ വരുന്നു എന്നുള്ള രീതിയിലുള്ള കളി വരുന്നത്. പക്ഷേ അത് കണ്ട് നമ്മൾ കളിക്കുന്നത് സന്ദീപായാലും കുഴപ്പമില്ലാണ്ട് അറ്റാക്കിംഗ് സൈഡിൽ കളിച്ചു. ഡിഫൻസീവ് സൈഡ് നമുക്ക് അധികം പ്രശ്നമില്ലാന്ന് പറയാം. ഗോൾ വന്ന ഒരു ഇത് മാത്രമേ ഒരു വലിയൊരു പ്രശ്നമായിട്ട് ഉള്ളൂ. ജയഫിയുടെ സൈഡിൽ നിന്ന് അത്രയും അറ്റാക്കുകൾ വന്നുള്ളൂ. നമ്മൾ ജയിക്കേണ്ട ഒരു മാച്ചായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ജയിക്കുകയെന്ന് എനിക്കറിയില്ല. ഒരു ഇൻറ്റൻറ്റ് നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടായില്ല. ഗെയിം പ്ലേ നേരത്തെ പറഞ്ഞ പോലെ പൂറായിരുന്നു. എങ്ങനെയെങ്കിലും പ്ലേ ഓഫ് എത്തിയാൽ മതി എന്നുള്ളൊരു കളി കളിക്കുന്ന പോലെ കളിച്ചത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാം. ബൈ.